എന്തു വന്നാലും യുഎസ് സൈനികന്മാരെ വധിക്കണം. യുഎസ് സൈനികന്മാരെ വധിക്കാൻ ഇറാനിയൻ സ്ത്രീകൾക്ക് വലിയ ഒരു ഓഫർ നൽകുകയാണ് ഇറാൻ. യുഎസ് സൈനികനെ കൊല്ലുന്ന പുരുഷന് ലഭിക്കുന്ന പ്രതിഫലം $30,000 എങ്കിൽ സ്ത്രീകൾക്ക് അതിന്റെ ഇരട്ടി നൽകാം എന്നാണ് ഇറാന്റെ വാഗ്ദാനം. യുഎസ് സൈനികനെ കൊല്ലുന്ന ആയുധത്തിനും വൻ ഡിമാൻഡുണ്ട്. കൊല്ലാൻ ഉപയോഗിച്ച ആയുധത്തിന് വൻ തുക പ്രതിഫലവും ഒപ്പം പുതിയൊരു ആയുധവും ലഭിക്കും. ഒരു യുഎസ് സൈനികനെ പിടികൂടുകയോ കൊല്ലുകയോ ചെയ്യുന്നവർക്ക് $30,000. ഇറാനിയൻ സൈന്യം രാജ്യത്തെ പൗരന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്ന തുകയാണിത്. സ്ത്രീകളാണെങ്കിൽ പ്രതിഫലം ഇരട്ടിയാക്കി $60,000 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സൈനികരെ പിടികൂടുന്നവർക്ക് $30,000 പാരിതോഷികം പ്രഖ്യാപിച്ച ഇറാൻ സൈനിക മേധാവി അമീർ ഖത്താമി പങ്കെടുക്കാൻ നിരവധി അഭ്യർത്ഥനകൾ ലഭിച്ചതിനെ തുടർന്നാണ് പദ്ധതി തയ്യാറാക്കി എന്ന് പറഞ്ഞതായി IRNA സ്റ്റേറ്റ് വാർത്താ ഏജൻസി ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ. അമേരിക്കൻ സൈനികരെ കൊല്ലുകയോ പിടികൂടുകയോ കൈമാറുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ സൈന്യത്തിൽ നിന്ന് $30,000 അല്ലെങ്കിൽ 5 ബില്യൺ ടോമൻസിന് തുല്യമായ പ്രതിഫലം ലഭിക്കും. കൂടാതെ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യുന്ന ധൈര്യശാലികളായ ഇറാനിയൻ സ്ത്രീകൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കും. ദി ജെറുസലേം പോസ്റ്റിന്റെ മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് ഒരു യുഎസ് സൈനികനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആയുധം ഇരട്ടി വിലയ്ക്ക് വാങ്ങുമെന്നും ആ വ്യക്തിക്ക് പുതിയ ആയുധം ലഭിക്കുമെന്നും ഹതാമി പറഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ട്. വ്യക്തിയുടെ ആയുധം ഒരു ആസൂത്രിത മ്യൂസിയത്തിൽ സൂക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനുമായുള്ള യുദ്ധത്തിൽ തങ്ങളുടെ സൈനിക ശക്തിയെക്കുറിച്ചുള്ള യുഎസിന്റെ അവകാശവാദങ്ങൾ തുറന്നുകാട്ടപ്പെട്ടു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പേർഷ്യൻ ഗൾഫ്, ഒമാൻ ഉൾക്കടൽ, ഹോർമൂസ് കടലിടുക്ക് എന്നിവിടങ്ങളിൽ പ്രവേശിക്കാൻ അവർക്കിനി അനുമതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് യുഎസ് പിന്മാറണം എന്ന തന്റെ രാജ്യത്തിന്റെ ആഹ്വാനത്തെ ഖത്താമി പിന്തുണച്ചു. ജൂൺ 17 ഒപ്പുവെച്ച യുഎസ് ഇറാൻ ഇസ്ലാമാബാദ് ധാരണാപത്രം പ്രകാരമുള്ള 60 ദിവസത്തെ വെടിനിർത്തൽ സമയപരിധി അടുത്തുവരുന്ന സമയത്താണ് ഈ പ്രഖ്യാപനം. ഫെബ്രുവരി 28 മുതൽ 40 ദിവസമായി പോരാടിയതിനു ശേഷം കരാർ പ്രകാരം താൽക്കാലിക വെടിനിർത്തലിനും സ്ഥിരമായ പരിഹാരത്തിനായി ചർച്ചകൾ തുടരുന്നതിനും ഇറാനും യുഎസും സമ്മതിച്ചിരുന്നു. എന്നിരുന്നാലും വെടിനിർത്തൽ ദുർബലമായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.